നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 259 എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്ര നടനായ ശ്രീ വെമ്പായം തമ്പിയെക്കുറിച്ചിട്ടാണ്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹം നല്ലൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഒരുപാട് തവണ അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനും ഒക്കെ ഇടയായി. ഒരു രാവും ഒരു പകലും അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് തങ്ങിയിട്ടുണ്ട്. സിനിമയിലെ അനുഭവങ്ങളും ജീവിതത്തിലെ അനുഭവങ്ങളുമെല്ലാം കോർത്തിണക്കിയ ഒരു നല്ല വ്യക്തിത്വം. ശ്രീ അടൂറിൻ്റെ മിക്കവാറും എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ ആ പ്രതിഭയെ ലോകം മുഴുവനും കാണുകയും വിലയിരുത്തുകയും ചെയ്യുകയാണ്. മതിലുകളിലും കൊടിയേറ്റത്തിലും അങ്ങനെ നിരവധി ചിത്രങ്ങൾ. എല്ലാ ചിത്രങ്ങൾ തുടങ്ങുന്നതിന് മുന്നേയും അടൂർ ശ്രീ വെമ്പായത്തിനെ വിളിച്ച് ചെയ്യാൻ പോകുന്ന കഥാപാത്രത്തിന് എന്തൊക്കെ ആയിരിക്കണം, എങ്ങനെയൊക്കെ ആയിരിക്കണം, ഏത് രീതിയിലായിരിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയും മാസങ്ങൾക്ക് മുമ്പേ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒക്കെ ചെയ്ത ഒരു നല്ല നടൻ. സ്നേഹത്തിൻ്റെ ഭാഷ മാത്രമേ അദ്ദേഹത്തിന് അറിയൂ. ഒരിക്കൽ മാത്രം ഞാൻ മുംബൈത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അന്വേഷിച്ച് നടന്നപ്പോൾ അവിടെ ഒരു ചായക്കടയിൽ ചായ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഹലോ, എന്താണ് തമ്പിച്ചേട്ടാ ഇവിടെ ഇങ്ങനെ ചായ അടിക്കൽ? അഭിനയമൊക്കെ നിർത്തിയോ? ഒന്ന് ഉറക്കെ ചിരിച്ചിട്ട് ആ കടയിൽ നിന്നും ഇറങ്ങി വന്നു. അടൂർ സാറിൻ്റെ അടുത്തൊരു ചിത്രത്തിൽ ഒരു ചായക്കടയിൽ ചായ അടിക്കുന്ന ആളായിട്ടാണ്. മിനിമം ഒരു 2 മാസമെങ്കിലും ചായ അടിച്ച് പഠിച്ചെങ്കിലേ ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ അടൂരല്ലേ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ഞാനും വളരണമല്ലോ.